മൊഴി മാറ്റി പറഞ്ഞു. അവരുദ്ദേശിക്കുന്ന പത്രക്കാരൻ സമൂഹം ഉദ്ദേശിക്കുന്നതൊന്നും ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ മാത്രം ചീത്തയാവുന്ന ഒരു സിറ്റുവേഷനാണ്. എനിക്കും ജീവിക്കണ്ടേ? അതിന് ഒരു ഇതില്ല, ഒരു തീരുമാനം എടുക്കാതെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യണം? എന്നിപ്പോ നേരം വെളുത്ത് 7 മണിയായി. എന്തെങ്കിലും ചെയ്യട്ടെ. ഞാൻ എന്താ വേണ്ടെന്ന് ഞാൻ ചിന്തിക്കാം. അതേ ഉള്ളൂ. ഞാൻ ചിന്തിക്കാം സാറിന് ഈ ഉദ്ദേശം ഇതൊന്നും നടക്കുകയല്ല, എനിക്കറിയാം. കാര്യം ഞാൻ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. എനിക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് എനിക്കെല്ലാം മനസ്സിലായി വരുന്നുണ്ട്. എനിക്ക് പിക്ചറെല്ലാം മനസ്സിലായി വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ അബ്ദുള്ളക്കുട്ടിയുടെ കാര്യത്തിൽ തന്നെ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞു, ഇനിയും ഞാൻ എന്തെങ്കിലും ആരോപണം പറഞ്ഞാൽ അത് ഇതുപോലെ കളയാൻ, അങ്ങനെയല്ല, എവിഡൻസ് സഹിതമുള്ള കാര്യങ്ങൾ എന്റെ കയ്യിലുള്ളൂ. ശ്രീധരൻ നായരെ കണ്ടില്ല എന്നുള്ള കേസ് തന്നെ ശ്രീധരൻ നായരെ കണ്ടില്ല എന്നാണ് ഞാൻ മൊഴി പറയേണ്ടത്, അല്ലേ? യഥാർത്ഥത്തിൽ എന്താണെന്ന് സാറിന് അറിയാലോ. എന്റെ തെളിവും ഉണ്ട് അതിന്റെ. ഹലോ, 6-ാം തീയതി എറണാകുളം പോകണം. ഹലോ, ഞാൻ ഇന്ന് സോളാർ കൊണ്ട് കൊടുത്താണ്. ഹലോ, അതിനകത്ത് ബന്ധപ്പെട്ടായിരുന്നോ? ഞാൻ ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. സാറിനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ, സാറിനെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. ഞാൻ ആരോട് ഏതായാലും സഹായകരമായ നിലപാടെടുക്കുക. സഹായമായ നിലപാടെന്ന് പറഞ്ഞാൽ ഒരു സൈഡ് മാത്രം മതിയോ? ഞാൻ ഈ കേസിനകത്ത് മൊത്തം അത് ഫേസ് ചെയ്യേണ്ടി വരുന്നതല്ലേ? അതെന്താ സാറ് ചിന്തിക്കാത്ത? 48 കേസ് എനിക്കുണ്ട്. ഈ 48 കേസിനകത്ത് ഈ മൊഴി വാലിഡ് ആവും. അതില് പറഞ്ഞത് ഞങ്ങളെല്ലാവരും ഇത് കഴിഞ്ഞിട്ടവിടെ ഉണ്ടല്ലോ, 9-ാം തീയതി വേണ്ടത്തുണ്ടല്ലോ. ഇതിനകത്ത് അവസാനം ലാസ്റ്റ് എനിക്ക് ഞാൻ മാത്രം ഉത്തരം പറയേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് അതൊന്നുണ്ടാവത്തില്ല. അത് ഉണ്ടാകത്തില്ലെന്ന് ഞാൻ എന്ത് കണ്ട് ഞാൻ വിശ്വസിക്കണം? ഓരോരുത്തരുടെ അടുത്ത് എന്തെല്ലാം വാഗ്ദാനം പറഞ്ഞിട്ട് മാറി നിൽക്കുന്നത്. സാറ് എന്നെ ആലോചിച്ച് നോക്ക്. അവസാനം ഞാൻ മാത്രം പ്രഷറിലാവുന്ന ഒരു സിറ്റുവേഷൻ പോവുക. തരാതരം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറയും. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അവസാനം എല്ലാവരും എന്നെ പറയും ഞാൻ ആ മൊഴി പറഞ്ഞില്ല, ഞാൻ മൊഴി മാറ്റി പറഞ്ഞു. അവരുദ്ദേശിക്കുന്ന പത്രക്കാരൻ സമൂഹം ഉദ്ദേശിക്കുന്നതൊന്നും ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ മാത്രം ചീത്തയാവുന്ന ഒരു സിറ്റുവേഷനാണ്. എനിക്കും ജീവിക്കണ്ടേ? അതിന് ഒരു ഇതില്ല, ഒരു തീരുമാനം എടുക്കാതെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യണം? എന്നിപ്പോ നേരം വെളുത്ത് 7 മണിയായി. എന്തെങ്കിലും ചെയ്യട്ടെ. ഞാൻ എന്താ വേണ്ടെന്ന് ഞാൻ ചിന്തിക്കാം. അതേ ഉള്ളൂ. ഞാൻ ചിന്തിക്കാം സാറിന് ഈ ഉദ്ദേശം ഇതൊന്നും നടക്കുകയല്ല, എനിക്കറിയാം. കാര്യം ഞാൻ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. എനിക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് എനിക്കെല്ലാം മനസ്സിലായി വരുന്നുണ്ട്. എനിക്ക് പിക്ചറെല്ലാം മനസ്സിലായി വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ അബ്ദുള്ളക്കുട്ടിയുടെ കാര്യത്തിൽ തന്നെ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞു, ഇനിയും ഞാൻ എന്തെങ്കിലും ആരോപണം പറഞ്ഞാൽ അത് ഇതുപോലെ കളയാൻ, അങ്ങനെയല്ല, എവിഡൻസ് സഹിതമുള്ള കാര്യങ്ങൾ എന്റെ കയ്യിലുള്ളൂ. ശ്രീധരൻ നായരെ കണ്ടില്ല എന്നുള്ള കേസ് തന്നെ ശ്രീധരൻ നായരെ കണ്ടില്ല എന്നാണ് ഞാൻ മൊഴി പറയേണ്ടത്, അല്ലേ? യഥാർത്ഥത്തിൽ എന്താണെന്ന് സാറിന് അറിയാലോ. എന്റെ തെളിവും ഉണ്ട് അതിന്റെ. അപ്പൊ പിന്നെ ഞാൻ എന്റെ തെളിവുണ്ട് സാറേ. എന്റെ വീഡിയോ ഇവര് തമ്മിൽ സംസാരിക്കുന്നതിന് ഞാൻ അന്ന് പോയപ്പോ ഞാൻ അതിന്റെ രീതിക്ക് എടുത്തതല്ല. ഒരു ഇൻവെസ്റ്റർ വന്നപ്പം സാറിന് കാണാമെന്ന് പറഞ്ഞു. സാർ അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇവിടെ വിളിച്ചോണ്ടിരുന്നപ്പോ സാറ് സംസാരിക്കുന്നത് ഞാൻ ആ ഒരു ക്യൂരിയോസിറ്റിയുടെ മണ്ടയ്ക്ക് എടുത്തതല്ല. അല്ലാതെ ഇങ്ങനൊരു ഫ്യൂച്ചറിൽ ഇങ്ങനൊരു വിഷയം വരുമെന്ന് പറഞ്ഞ് എടുത്തതല്ല അത്. എന്നിട്ട് ഒരുമാതിരി ഞാൻ മാത്രം എല്ലാത്തിനകത്തും അങ്ങ് നിന്നു ഞാൻ എല്ലാത്തിനകത്തും ഉത്തരം പറയാന്ന് പറഞ്ഞോണ്ടിരുന്ന സാറേ എന്നെ ആലോചിക്ക്. എന്റെ സിറ്റുവേഷൻ സാറേ എന്നെ ആലോചിക്കും. എനിക്ക് 2 കൊച്ചു പിള്ളേരുണ്ട്. എനിക്ക് 2 കൊച്ചു പിള്ളേരുണ്ട്. ഈ 48 കേസിനകത്തും ഞാൻ ഈ കിടന്ന് ഓടുന്നാലും എന്ത് സഹായമേ എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത്. ഞാൻ 9 മാസം ഞാൻ ജയിലിൽ കിടന്നിട്ട് ഇറങ്ങി വന്നാണ്. പൈസ പറഞ്ഞു പലരും പൈസ കൊണ്ടുപോയി. ഞാൻ എങ്ങനെ ഇന്ന് ജീവിക്കുന്നതെന്ന് സാർ അന്വേഷിക്കുന്നുണ്ടോ?
ആരും അതൊന്നും അന്വേഷിക്കുന്നില്ല. എന്നിട്ട് പറഞ്ഞു ഗവൺമെന്റിനെ സഹായിക്കും. എന്ത് സഹായിക്കാനാ? ഞാൻ സഹായിച്ചതിന് എനിക്ക് എന്താണ് എന്റെ പ്രൊട്ടക്ഷൻ, എനിക്ക് മേലുള്ള പ്രൊട്ടക്ഷൻ എന്താ? ഡിവൈഎഫ്ഐക്കാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടെ കുതിര കയറുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എന്നെ കൊണ്ട് എത്തിക്കാന്നല്ലാതെ ഇതുകൊണ്ട് എനിക്കെന്ത് ലാഭമുള്ളത്? ഞാൻ പൈസയുടെ കാര്യമൊന്നും ഞാൻ ചോദിച്ചില്ല. എനിക്ക് എന്താണ് എന്നെ ഇന്നലെ തന്നെ ഒരു ചെറിയ ഇൻസിഡന്റിൽ അബ്ദുള്ളക്കുട്ടിയുടെ കാര്യത്തിൽ പോലും സപ്പോർട്ട് ഞാൻ കണ്ടു. ഒന്നും മിണ്ടാതിരിക്കാമായിരുന്നല്ലോ അല്ലെ? എന്നെ കുറച്ചൊരു ചീത്തയാക്കിയിട്ട് ഒന്നും നേടാനില്ലായിരുന്നല്ലോ. അങ്ങനെ പോലും ഫേവർ ചെയ്യാത്തവരാണ് ഇനി ആ സോളർ കമ്മീഷനിൽ ഫേവറബിൾ ആയിട്ട് മൊഴി കൊടുത്തു കഴിയുമ്പോൾ ബാക്കി ചെയ്യാൻ പോകുന്നത്. ചെയ്യുകയല്ല നമുക്ക്. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, പറഞ്ഞിരിക്കുന്നു. ഞാനത് കേട്ടില്ല. ഞാനൊരു മീറ്റിംഗിലാണ്. അബ്ദുള്ളക്കുട്ടിയുടെ FIR ഞാൻ അത് റദ്ദാക്കാൻ ഞാൻ പോകണോ അതോ ഇത് കണ്ടിന്യൂ ചെയ്യണോ എന്ന് കൂടെ സാറൊന്ന് അന്വേഷിച്ചിട്ട് പറയണം. അയ്യോ, അത് റദ്ദാക്കണം കേട്ടോ. അല്ല ഇപ്പൊ ഇങ്ങനെ അയാള് ഒന്നും ചെയ്തില്ല, അയാള് വലിയ ഇതായിട്ടൊക്കെ സംസാരിക്കുന്നു, CM സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻ ഞാനെന്തിനാ സാറേ? ഞാൻ നാണം കണ്ടു. എനിക്ക് ഇവിടെ ജീവിക്കണ്ടേ? എല്ലാരും സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി. ഞാൻ എന്റെ കൂടെ കാര്യം ഞാൻ തറയിൽ കിടക്കുന്ന റോഡിൽ കിടക്കുന്നൊന്നുമല്ലല്ലോ. ഇത്രയൊക്കെ ഞാൻ സഹിച്ചില്ല എല്ലാവർക്കും വേണ്ടിട്ട്. ചുമ്മാ എന്നെ അങ്ങനെ വിഷമിപ്പിക്കരുതെന്ന് പറയണം. എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണ്. ഇന്ന് വൈകുന്നേരം അറിയണം. 10 മണിക്ക് എനിക്ക് മൊഴി കൊടുക്കാനുള്ള പ്രിപ്പയർ ചെയ്യാൻ സമയം വേണം. സോളാർ ജുഡീഷ്യൽ കമ്മീഷന് മുൻപാകെ സരിത എസ് നായർ നൽകിയ തെളിവടങ്ങുന്ന ശബ്ദം, അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. സരിത എസ് നായരും ബെന്നി ബെഹനാൻ MLA യും തമ്മിൽ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിന്റെ വിശദാംശങ്ങളാണ്. ഇപ്പോൾ MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, സംസ്ഥാന സർക്കാരിലെ ഭരണമുന്നണിയിലെ ഭരണകക്ഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ബെന്നി ബെഹനാൻ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്ന A ഗ്രൂപ്പ് നേതാവും കൂടിയാണ് ബെന്നി ബെഹനാൻ. ബെന്നി ബെഹനാനുമായാണ് സരിത എസ് നായർ സംസാരിക്കുന്നത്. ഒരു തരത്തിലുള്ള പരിചയപ്പെടുത്തലിന്റെയും ആവശ്യമില്ലാതെയാണ് സരിത സംസാരിച്ചു തുടങ്ങുന്നത് തന്നെ. ഇവർ തമ്മിലുണ്ടാക്കിയ ഒരു ധാരണ, ആ ധാരണയ്ക്ക് കോട്ടം തട്ടിയിരിക്കുന്നു എന്നതാണ് ഈ സംസാരത്തിന്റെ രത്ന ചുരുക്കമായി നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതിനൊരു പശ്ചാത്തലം ഒന്ന് വിശദീകരിക്കാം. വിജയകുമാർ, സോളാർ കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നപ്പോൾ തന്നെ, അല്ലെങ്കിൽ സരിതയുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നീങ്ങിയപ്പോൾ തന്നെ ഇടനിലക്കാരനായി നിന്നത് ബെന്നി ബെഹനാനാണെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും സംസ്ഥാന രാഷ്ട്രീയത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ഓരോ ഘട്ടത്തിലും സംസ്ഥാന സർക്കാരും ഒപ്പം ബെന്നി ബെഹനാനും നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. എന്നാൽ നമ്മളിപ്പോൾ കേട്ട സരിതയുടെ ഓഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത് ബെന്നി ബെഹനാന് ചിരപരിചിതയാണ് സരിത നായർ. ഒപ്പം ഇവർ തമ്മിൽ നേരത്തെ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ധാരണകൾ ലംഘിച്ചപ്പോഴാണ് ബെന്നി ബെഹനാനെ വിളിക്കുന്നതും ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു മാതിരി ചിന്താഭാരത്തോടു കൂടിയുള്ള ഒരു മറുപടി പലയിടത്തും നൽകുന്നു. പലയിടത്തും സരിത നായർ തന്റെ കഥകൾ വിവരിക്കുമ്പോഴും തിരിച്ചൊരു കാര്യം പോലും പറയാതെ, അല്ലെങ്കിൽ ഇവർക്ക് ഈ സരിതയുമായി യാതൊരു ബന്ധമില്ലെങ്കിൽ ഫോൺ കട്ട് ചെയ്യുകയോ കയർത്ത് സംസാരിക്കുക വേണമെങ്കിൽ പോലും ചെയ്യാം. എന്നാൽ ചിരപരിചിത എന്ന രീതിയിൽ തന്നെയാണ് ബെന്നി ബെഹനാൻ സംസാരിക്കുന്നത്. ഒപ്പം AP അബ്ദുള്ളക്കുട്ടിയുടെ FIR റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിനും FIR റദ്ദാക്കണം എന്ന കൃത്യമായ മറുപടി ബെന്നി ബെഹനാൻ നൽകുന്നു. നേരത്തെ സരിത ഈ കമ്മീഷനിൽ നൽകിയ ഓരോ മൊഴിയും സ്ഥിരീകരിക്കുന്നതിനുള്ള, അല്ലെ മൊഴിയിലെ ഓരോ കാര്യങ്ങളും വസ്തുതകൾക്ക് നിരക്കുന്നതാണെന്ന തരത്തിലുള്ള ഒരു തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സരിതയുടെ സഹായി വിനുവിന്റെ സംഭാഷണം തമ്പാനൂരുമായി ഉള്ളത് പുറത്തുവിട്ടപ്പോഴുമെല്ലാം ഇവർക്ക് ചിരപരിചിതരാണ്, ഇവരുമായി ദൈനംദിനം ബന്ധപ്പെടുന്നവരാണ്, ചില കരാറുകളിൽ ഏർപ്പെട്ടിരുന്നവരാണ് എന്ന് നമുക്ക് എന്തായാലും വ്യക്തമാകും. സർക്കാരിന്റെ എല്ലാ വാദമുഖങ്ങളും അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധമില്ലെന്ന കോൺഗ്രസിന്റെ ഓരോ വാദമുഖങ്ങളും പൊളിയുന്ന തരത്തിലുള്ള രേഖകളാണ്, അല്ലെങ്കിൽ ശബ്ദരേഖകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിജയകുമാർ. അനീഷ്, ഈ സംസാരത്തിൽ ഒരു ഘട്ടത്തിൽ സരിത പറയുന്നുണ്ട്, എനിക്ക് സാറിനോട് മാത്രം സംസാരിച്ചാൽ മതി, ഞാൻ ഇതുവരെ സാറിനോടെ സംസാരിച്ചിട്ടുള്ളൂ. അത് ചോദിക്കുന്നത് തമ്പാനൂർ രവി ബന്ധപ്പെട്ടിരുന്നില്ലേ, കാര്യങ്ങൾ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് എനിക്ക് മറ്റാരോടും സംസാരിക്കേണ്ട ആവശ്യമില്ല, സാറിനോട് മാത്രമേ ഇക്കാര്യത്തിൽ സംസാരിച്ചിട്ടുള്ളൂ, അത് ഇനി തുടർന്നും ആഗ്രഹിക്കുന്നുള്ളൂ. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഗവൺമെന്റിനെ സംരക്ഷിക്കണം എന്നാണ് നിങ്ങൾ എപ്പോഴും പറയുന്നത്, ഗവൺമെന്റിനെ സംരക്ഷിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടി എന്നാണ് സരിത ഇതുവരെ പറയുന്നത്. ശ്രീധരൻ നായരുമായുള്ള കൂടിക്കാഴ്ച നടന്നിട്ടില്ല എന്ന് ഞാൻ പറയണം കമ്മീഷന് മുൻപാകെ. പക്ഷേ ശ്രീധരൻ നായരുമായുള്ള കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ, അതിന്റെ തെളിവുകൾ എന്റെ പക്കലുണ്ട്. ഞാൻ എന്നിട്ട് എന്തിന് മാറ്റി പറയണം? മാറ്റി പറഞ്ഞാൽ എന്താണ് പ്രയോജനം? എനിക്ക് ജീവിക്കേണ്ട. ഇതാണ് സരിത
ബെന്നി ബെഹനാൻ MLA-യോട് ചോദിക്കുന്നത്, സോളാർ ജുഡീഷ്യൽ കമ്മീഷന് മുൻപാകെ ഈ മൊഴി, ഈ തെളിവ് കൊടുക്കുന്നതിനോടൊപ്പം സരിത ഇതിന്റെ കണ്ടന്റും ഇതിന്റെ വിശദാംശങ്ങളും കമ്മീഷന് മുൻപാകെ പറഞ്ഞിരുന്നു. തീർച്ചയായും ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് എന്ന് കൃത്യമായി വിശദീകരിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഓരോ ഘട്ടത്തിലും എന്തൊക്കെ കാര്യങ്ങളിലാണ് സംസാരം നടന്നത് എന്ന് സരിത കൃത്യമായി പറഞ്ഞിരുന്നു. ഓരോ ഓഡിയോ CD-യിലും എന്തൊക്കെ ഉള്ളടക്കം ഉണ്ട് എന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ബെന്നി ബെഹനാൻ MLA-യുമായി നടത്തിയ സംഭാഷണം എന്ന് തന്നെ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ AP അബ്ദുള്ളക്കുട്ടി MLA-ക്കെതിരെ കേസ് കൊടുക്കുന്നതിന് കോൺഗ്രസുകാർ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് അത് പിൻവലിക്കുന്നതിനും കോൺഗ്രസുകാർ തന്നെ പറഞ്ഞു. അത് തന്നോട് സന്ദേശം പങ്കുവെച്ചത് ബെന്നി ബെഹനാൻ MLA ആണെന്ന് പറഞ്ഞു. അതും നമ്മളിപ്പോൾ കേട്ട ശബ്ദരഹിൽ വ്യക്തമാണ്. അങ്ങനെ കമ്മീഷന് വളരെ വ്യക്തമാകുന്ന രീതിയിൽ തന്നെ സരിത കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒപ്പം ഈ കേസിൽ ഇടപെട്ട വ്യവസായിയായ എബ്രഹാം കലമണ്ണിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സരിത പറഞ്ഞത് ശബ്ദരേഖ പുറത്തു വന്നിരുന്നു. ഒപ്പം അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇനി ഏറ്റവും സുപ്രധാനമായി ഇനി പറയാനുള്ളത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ശ്രീധരൻനായരും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ കുറിച്ചാണ്. ആ കൂടിക്കാഴ്ചയെ കുറിച്ച് സരിത ബെന്നി ബെഹനാനോട് പറയുമ്പോഴും അത് നിഷേധിക്കുന്നതിനോ അല്ലെങ്കിൽ മറുത്തു പറയുന്നതിനോ അല്ലെങ്കിൽ കയർത്ത് സംസാരിക്കുന്നതിനോ ഒന്നും ബെന്നി ബെഹനാൻ തയ്യാറാവുന്നില്ല. ഇത്രയധികം തട്ടിപ്പ് കേസുകളിലെ പ്രതിയായ ഒരു സ്ത്രീയാണ് സരിത. കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് കേസ് നടന്നതാണ്. എന്നാൽ ഇവരോട് തിരിച്ചും നിഷേധാത്മകമായ ഒരു സമീപനം വേണമെങ്കിൽ ഒരു MLA ആയ ബെന്നി ബെഹനാന് സ്വീകരിക്കാമായിരുന്നു. എന്നാൽ ഇതൊന്നും സ്വീകരിക്കാതെ ചിരപരിചിതയായ രീതിയിൽ ഇവരുടെ കാര്യങ്ങൾ അഡ്രസ് ചെയ്യാം എന്ന രീതിയിൽ തന്നെ സംസാരിക്കുന്നു. ഒപ്പം തമ്പാനൂർ രവി വിളിച്ചില്ലേ എന്ന് ചോദിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തുവിട്ട രേഖകളും തമ്പാനൂർ രവി ഈ മൊഴി കൊടുക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ മൊഴി വായിച്ച് പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഈ ഒരു ഗ്രൂപ്പിന്, പ്രത്യേകിച്ചും തമ്പാനൂർ രവിക്കും ബെന്നി ബെഹനാൻ MLA-ക്കും ഈ കേസിലുള്ള ഇടപെടൽ, ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നതിനുള്ള ഇടപെടൽ, മധ്യസ്ഥരായി നിൽക്കുന്നതിനുള്ള ഇടപെടലുകളെല്ലാം വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു. വിജയകുമാർ. അനീഷ്, ഇന്ന് പുറത്തു വന്ന തെളിവുകൾ, അതായത് സരിതയും ബെന്നി ബെഹനാനും തമ്മിലുള്ള സംഭാഷണം, വ്യവസായി എബ്രഹാം കലമണ്ണിൽ സരിതയുടെ സഹായിയെ നിലമേൽ വെച്ച് കാണുന്നു. ഒപ്പം ആ സഹായി തമ്പാനൂർ രവിയുമായി സംസാരിക്കുന്നു. ഫെനി ബാലകൃഷ്ണൻ, സരിതയുടെ നേരത്തെ കേസുകൾ കൈകാര്യം ചെയ്ത ഫെനി ബാലകൃഷ്ണൻ ബെന്നി ബെഹനാനുമായി സംസാരിക്കുന്നു. ഇത്രയും തെളിവുകൾ പുറത്തു വന്നത് വെച്ച് നോക്കുമ്പോൾ ഇതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ മൊഴി നൽകുന്നതുമായി ബന്ധപ്പെട്ട് സരിതയുടെ മേൽ വലിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്ന് വേണ്ടേ വായിച്ചെടുക്കാൻ? തീർച്ചയായും വിജയൻ, ആദ്യത്തെ ഘട്ടത്തിൽ 2-3 തവണ സരിത ഈ സോളാർ കമ്മീഷനിൽ മൊഴി നൽകുന്നതിനായി വന്നിരുന്നു. നമ്മൾ സോളാർ കമ്മീഷനിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഈ സമ്മർദ്ദം വ്യക്തമാണ്. സോളാർ കമ്മീഷൻ തന്നെ സരിതയോട് ചോദിക്കും, എന്തോ വലിയ സമ്മർദ്ദമുണ്ടല്ലോ സരിതയ്ക്ക് എന്ന് ചോദിക്കുമ്പോൾ സരിത ആ ഉത്തരം പറയാൻ നിൽക്കുന്നു. കമ്മീഷന്റെ ചോദ്യങ്ങളോട് നിഷേധാത്മകമായി ഉത്തരം നൽകിക്കൊണ്ടിരുന്നു. ഒരു ദിവസം സോളാർ കമ്മീഷനിൽ എത്തിയ ശേഷം മൂക്കിൽ നിന്നും രക്തപ്രവാഹം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് നാടകം കളിച്ച്, മൂക്കുത്തിയിൽ നിന്നും രക്തം വരുത്തി നാടകം കളിച്ച് പോലും സരിത മടങ്ങി. അത് സോളാർ കമ്മീഷനിലെ ഉദ്യോഗസ്ഥ അന്നത് കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലെല്ലാം ഓരോ ഘട്ടത്തിലും സരിത കൃത്യമായി സോളാർ കമ്മീഷന്റെ നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ മൊഴി കൊടുക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇതെല്ലാം ഈ സംഭാഷണ ശകലങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകും. അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും, സോളാർ കേസിന്റെ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും സർക്കാരിന്റെ കൃത്യമായ ഇടപെടലുകൾ